അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇതൊരു വെറുമൊരു സ്റ്റേഡിയമല്ല, മറിച്ച് ദുരനുഭവങ്ങളുടെയും കണ്ണീരിൻ്റെയും ഒരു പ്രേതാലയമാണ്. എത്ര വലിയ നേട്ടങ്ങളുമായി പോയാലും അവിടെ ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് നിരാശ മാത്രമാണ്. ആ മണ്ണിൽ ടീം ഇന്ത്യക്ക് ഓർക്കാൻ നല്ലതായി ഒന്നുമില്ല. എല്ലാം നെഞ്ചു തകർക്കുന്ന ഓർമ്മകൾ മാത്രമാണ്. ആ ഗ്രൗണ്ടിലെ ഏക നല്ല ഓർമ്മയെന്ന് പറയാനാകെയുള്ളത് 2023 IPL ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയ ആ ആവേശകരമായ വിജയം മാത്രമാണ്. 2023 ഏകദിന ലോകകപ്പ് നമ്മൾക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? തുടർച്ചയായി 10 മത്സരങ്ങൾ ആധികാരികമായി വിജയിച്ചു വന്നിട്ട് കിരീടമുറപ്പിച്ചു എന്ന് വിശ്വസിച്ച് ഫൈനലിനിറങ്ങിയ നമ്മുടെ ടീമിന് കാലിടറിയത് ഇതേ സ്റ്റേഡിയത്തിലാണ്. ലോകകപ്പ് വേദിയിലെ ആ തോൽവി ഇന്നും ഓരോ ഇന്ത്യൻ ആരാധകന്റെയും മനസ്സിലെ ഉണങ്ങാത്ത മുറിവ് തന്നെയാണ്. കഴിഞ്ഞ 30 ICC മത്സരങ്ങളിൽ ഇന്ത്യ ആകെ തോറ്റത് വെറും 2 കളികളിൽ മാത്രമാണ്. എന്നാൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയാമോ? ആ 2 തോൽവികളും സംഭവിച്ചത് ഇതേ അഹമ്മദാബാദിലെ ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ICC ടൂർണമെൻറ്റുകളിലെ ഇന്ത്യയുടെ അപരാജിത കുതിപ്പിന് എപ്പോഴും തടയിടുന്നത് ഈ ശപിക്കപ്പെട്ട ഗ്രൗണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഈ ഞായറാഴ്ച വീണ്ടും ഒരു ഫൈനൽ അവിടെ നടക്കാൻ പോകുകയാണ്. സത്യം പറഞ്ഞാൽ വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്. പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുകയാണ്. പക്ഷേ ഇത്തവണയെങ്കിലും ആ ശാപം മാറണം. ഭാഗ്യം കൂടെ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഞായറാഴ്ചയെങ്കിലും ആ പഴയ സങ്കടങ്ങളെല്ലാം മാറി അവിടെ ഒരു പുതിയ ചരിത്രം പിറക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലൊന്നായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് T20 ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. ഈ മൈതാനത്തിൻ്റെ വലിയ ബൗണ്ടറികൾ കണക്കിലെടുക്കുമ്പോൾ ബൗളർമാർക്കും പ്രത്യേകിച്ച് സ്പിന്നർമാർക്കും ഇവിടെ വലിയ മേൽക്കൈ ലഭിക്കാറുണ്ട്. ഇന്ത്യ നിലവിൽ 6ാം ബൗളറായി ആശ്രയിക്കുന്നത് ശിവൻ ദുബെയാണ്. ഇപ്പോഴത്തെ ഫോം വെച്ച് ദുബെയെ ആശ്രയിക്കുന്നത് വലിയൊരു റിസ്ക് തന്നെയായിരിക്കും. എന്നാൽ ബാറ്റിംഗ് ഫോം വെച്ച് ദുബെയെ പുറത്തിരുത്താനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ബൗളിംഗ് ഓപ്ഷൻ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. ഇത്തരം സന്ദർഭത്തിൽ കുൽദീപ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് ബൗളിംഗ് നിരയെ കൂടുതൽ ശക്തമാക്കും. ബാറ്റർമാർക്ക് കുൽദീപിൻ്റെ റിസ്റ്റ് സ്പിന്നിനെതിരെ സിക്സറുകൾ നേടുക അഹമ്മദാബാദിൽ എളുപ്പമാകില്ല. പക്ഷേ ആരെ പുറത്തിരുത്തുമെന്നത് വലിയ ആശയക്കുഴപ്പം തന്നെയാണ്. നിലവിൽ ഫോമില്ലെങ്കിൽ കൂടി അഭിഷേക് ശർമ്മയെ പുറത്തിരുത്തിയാൽ ടോപ്പ് ഓർഡർ അയച്ചു പണിയേണ്ടി വരും. അതൊരു അനാവശ്യ റിസ്ക് ആയിരിക്കും. ഒറ്റ മത്സരത്തിലെ പ്രകടനം കൊണ്ട് വരുൺ ചക്രവർത്തിയെ മാറ്റുന്നതും ശരിയല്ല. ബുംറ, അർഷദീപ്, പാണ്ഡ്യ ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷനുകൾ എല്ലാവരും നല്ല ഫോമിലാണ്. അപ്പോൾ സിറാജ് വരാനും സാധ്യതയില്ല. എക്സ്ട്രാ ബോളിംഗ് ഓപ്ഷനായി അഭിഷേകിനെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നെറ്റ്സിൽ പന്തെറിയുന്നുണ്ടോ എന്ന കാര്യവും ഉറപ്പില്ല. നിലവിൽ ഒഴിവാക്കാൻ പറ്റിയത് ക്യാപ്റ്റനെ മാത്രമാണെന്നാണ് മറ്റൊരു സത്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ എക്സ്ട്രാ ബൗളർ ഇല്ലാതെ റിസ്ക് വിന്നിംഗ് കോമ്പിനേഷൻ നിലനിർത്തി ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിലവിലെ വിന്നിംഗ് കോമ്പിനേഷൻ ടീം നിലനിർത്തണോ, അതോ ബൗളിംഗ് കൂടുതൽ കരുത്തുറ്റതാകാൻ കുൽദീപിനെ കൊണ്ടുവരണോ? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.